അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാതെ കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായ അംഗൻവാടി മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തനക്ഷമമാക്കാതെ അധികൃതർ. ഇപ്പോൾ അംഗൻവാടി പ്രവർത്തിക്കുന്നത് 1 കിലോമീറ്റർ അകലെ പകൽ വീട്ടിലാണ്. നെടുങ്കണ്ടം പഞ്ചായത്തിലെ 13ാം വാർഡിലെ മുരുകൻപാറ അംഗൻവാടിയാണ് മാസങ്ങളായി പകൽ വീട്ടിൽ പ്രവർത്തിക്കുന്നത്. 10ഓളം കുട്ടികളാണ് ഇവിടെ പഠിച്ചിരുന്നത്. കഴിഞ്ഞ മെയ് 15 രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ മഴവെള്ളവും ചെളിയും കല്ലുകളും അങ്കണവാടിയിലേക്ക് കുത്തിയൊലിച്ചെത്തി. പുഷ്പക്കണ്ടം, മുരുകൻപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മഴയെ തുടർന്ന് ഒഴുകിയെത്തുന്ന വെള്ളം അങ്കണവാടിക്ക് സമീപത്ത് കൂടിയുള്ള ഓടയിലൂടെയാണ് ഒഴുകിയിരുന്നത്. ചെളിയും മണ്ണും നിറഞ്ഞതിനാൽ അങ്കണവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. സമീപവാസിയായ സ്വകാര്യ വ്യക്തി ഓട അടച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാരോപിച്ച പ്രദേശവാസികൾ പോലീസിലും പരാതി നൽകി. പിന്നാലെ അധികൃതരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അങ്കണവാടിയുടെ സംരക്ഷണ ഭിത്തിക്ക് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകിയതിനാൽ 1 കിലോമീറ്ററോളം മാറി കോമ്പയാറിലെ പകൽ വീട്ടിൽ അങ്കണവാടിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുകയായിരുന്നു. എന്നാൽ അധികൃതർ വാക്കുപാലിക്കാത്തതിനാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അങ്കണവാടി പകൽ വീട്ടിൽ തന്നെയാണ്. ഈ അംഗനവാടി ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്കായിട്ട് ഏണ്ട 4 മാസത്തിന് മേളിലായി. കഴിഞ്ഞ മഴക്കാലത്ത് ഈ റോഡിൽ നിന്നുള്ള വെള്ളം വൻതോതിൽ ഇതിലെ ഒഴുകുകയും ഇതിന്റെ മതിലും നടയും എല്ലാം കൂടി ഇടിഞ്ഞു പോവുകയും ചെയ്തു. എന്നിട്ട് ഇത്രയും നാളായിട്ടും ഇതിനെ ഒന്ന് പുനർനിർമ്മിക്കാൻ ഇവിടുത്തെ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെ പഠിക്കുന്ന 10ഓളം കുട്ടികളെ ഇന്ന് അപ്പുറത്ത് ഉള്ള ഒരു കെട്ടിടത്തിലേക്ക് പകൽ വീട്ടിലേക്ക് മാറ്റിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് അടിയന്തരമായി തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടായിക്കൊണ്ട് ഈ അംഗനവാടി കെട്ടിടം ഉടൻ തന്നെ പണിഞ്ഞ് റെഡിയാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പറയാനുള്ളത്. എത്രയും വേഗം അംഗനവാടിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് BJP ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി ICDSലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.